മെസ്സി വിവാദത്തിൽ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ സഹസ്പോൺസർമാരെ കേന്ദ്രീകരിച്ചും ED അന്വേഷണം. സഹസ്പോൺസർമാർ ആരെല്ലാമാണെന്നും പണമിടപാടുകളും സാമ്പത്തിക സ്രോതസ്സുകളും സുതാര്യമാണോ എന്നുമാണ് ED അന്വേഷിക്കുന്നത്. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ഉടൻ ECIR രജിസ്റ്റർ ചെയ്യും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും നിശ ദിലീപ് ചേരുകയാണ്. നിശ, ഗുഡ് മോർണിംഗ്. അവിട്ടം ദിനാശംസകൾ. എന്തായാലും നിർണായകമായ നീക്കത്തിനൊരുങ്ങുകയാണ് ഈ വിഷയത്തിൽ ED. എങ്ങനെയാണ് ഇത് അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കുരുക്കാകുന്നത്? എങ്ങനെയാണ് മറ്റ് സഹ സ്പോൺസർമാരിലേക്ക് അന്വേഷണം നീളുന്നത്? എപ്പോഴാകും ECIR രജിസ്റ്റർ ചെയ്യുക? നിശ. അശ്വതി, വിനോദ്, ഗുഡ് മോർണിംഗ്. ഈ മെസ്സി വിവാദത്തിൽ റിപ്പോർട്ടഡ് TV MD ആന്റോ അഗസ്റ്റിന്റെ പണമിടപാടുകളിലെ സുതാര്യതയെക്കുറിച്ചാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തായാലും ആന്റോയുടെ മാത്രമല്ല, ഇയാളുടെ സഹ സ്പോൺസർമാരിലേക്കും അന്വേഷണം പോവുകയാണ്. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ഉടൻ തന്നെ ED ECIR രജിസ്റ്റർ ചെയ്യും. അതിലെടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഈ ആന്റോ അഗസ്റ്റിന് 200 കോടി രൂപ കൈമാറി എന്ന് പറയുന്ന ആ ഒരു കാലയളവിൽ തന്നെ ഈ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക്, ആന്റോ അഗസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക്, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിലേക്ക് 200 കോടിയിലധികം രൂപ പലയിടങ്ങളിൽ നിന്നായി വന്നിട്ടുണ്ട്. ഈ കാര്യമാണ് പ്രധാനമായും വ്യക്തമാകേണ്ടത്. കാരണം ഈ പണം എവിടെ നിന്നാണ് വന്നത്, മറ്റാരെങ്കിലും ഇയാളെ സഹായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ മറ്റാരൊക്കെയാണ് ആന്റോ അഗസ്റ്റിനൊപ്പം നിന്നത്? ഈ കാര്യങ്ങളിലെ അന്വേഷണത്തിലാണ് സുതാര്യത വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള അന്വേഷണത്തിലേക്കായിരിക്കും ED പ്രധാനമായും കടക്കുക. അതിനു മുമ്പ് തന്നെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ECIRും ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യും. എന്തായാലും ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ ഏതെങ്കിലും കമ്പനികൾ അതും പ്രധാനമായും ഈ പെടുത്താത്ത ഏതെങ്കിലും കമ്പനികൾ ആന്റോ അഗസ്റ്റിന് പണം കൈമാറിയിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണങ്ങൾ കൂടി പൂർത്തിയാകാനുണ്ട്. അതിനുശേഷമായിരിക്കും ECIR രജിസ്റ്റർ ചെയ്യുക. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ വിദേശ പണമിടപാടുകൾ, ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളുടെ സുതാര്യത, GST വിവരങ്ങൾ, ആദായ നികുതി വകുപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നിവ അടക്കം ED പരിശോധിക്കുന്നുണ്ട്. 200 കോടിയോളം രൂപ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ എത്തി, എവിടെ നിന്നെത്തി, ഇതൊക്കെയാണ് പ്രധാനമായും ഈ കാര്യത്തിലൊക്കെയാണ് കൂടുതൽ വ്യക്തത വരേണ്ടത്. ഒപ്പം തന്നെ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ പണമിടപാടുകൾ RBIയുടെ അനുമതിയോടുകൂടി എന്നായിരുന്നു അന്ന് സ്പോൺസർ വിശദീകരിച്ചത്. പക്ഷേ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 200 കോടി രൂപയോളം നൽകി എന്ന് പറയുമ്പോഴും ഈ പണം കൃത്യമായി ഏത് അക്കൗണ്ടുകളിലേക്കാണ് പോയത്, അല്ലെങ്കിൽ ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് പോയത്, ഇക്കാര്യത്തിലൊന്നും യാതൊരു വ്യക്തതയുമില്ല. എന്തായാലും ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് ED പ്രധാനമായും അന്വേഷിക്കുക. ഉടൻ തന്നെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ED ECIR രജിസ്റ്റർ ചെയ്യും. അശ്വതി, വിനോദ്. ശരി, അതെ. എന്തായാലും നിർണായക നീക്കത്തിനൊരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വലിയ തിരിച്ചടിയാകാൻ ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, അല്ലേ? അതെ, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.